ഹലോ വേൾഡ് ചാനലിന്റെ ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് ഉണ്ട്, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്. ആവശ്യത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സ്കൂൾ കാലഘട്ടം തുടങ്ങി കോളേജ് കാലഘട്ടം വരെ, അത് കഴിഞ്ഞ് ഇപ്പോഴുള്ള ജീവിതത്തിൽ എല്ലാം നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളാണ്. ഇപ്പോഴുള്ള മാധ്യമങ്ങളിൽ കൂടിയുള്ള സുഹൃത്തുക്കള്. എന്നാൽ ഈ സുഹൃത്തുക്കള് എല്ലാവരും യഥാർത്ഥ സുഹൃത്തുക്കൾ തന്നെയാണോ? നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഒരർത്ഥം വരുമ്പോൾ, ഒരു വിഷയം വരുമ്പോൾ, ചിലപ്പോൾ നമ്മൾ ചുറ്റിലും നോക്കുമ്പോൾ ആരും കാണത്തില്ല, തകർന്നു പോകാനിടയുണ്ട്. നമ്മൾ ഇത്രയും നാൾ നമ്മൾ കരുതി സ്നേഹിച്ച, സാമ്പത്തികം കൊടുത്ത് സഹായിച്ച പലരും ഇന്നേ നമ്മളെ സഹായിക്കാനില്ല. എന്നാൽ പല കാര്യങ്ങളിലും നമ്മൾ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന തെറ്റുകൾ കണ്ടുപിടിച്ച് നമ്മളെ ചിലപ്പോൾ കുറ്റം പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ശാസിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അവരെയൊക്കെ ചിലപ്പോൾ അന്നേരം നമ്മൾക്ക് ദേഷ്യം വരും, അവരോടൊക്കെ ദേഷ്യം വരും, അവരോടൊക്കെ പരുഷമായിട്ട് നമ്മൾ പെരുമാറിയിരിക്കും. എന്നാൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരായിരിക്കും നമ്മുടെ കൂടെയുള്ളവർ. ഇതൊന്നും നമ്മൾ ഓർക്കാറില്ല. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മുടെ കൂടെ സഹകരിക്കുന്നവരെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളല്ല. കാര്യസാധ്യത്തിന് വേണ്ടിയായിരിക്കാം അവർ നമ്മളോട് കൂടെ സഹകരിക്കുന്നത്. എന്നാൽ ഒരു കാര്യസാധ്യതയുമില്ലാതെ, നമ്മുടെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ, നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ കണ്ടുപിടിച്ച് അതിനെ ചിലപ്പോൾ ശാസിക്കുന്ന, വഴക്ക് പറയുന്ന, കുറ്റം പറയുന്ന, നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നവരെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം നമ്മൾ ആണല്ലോ ഏറ്റവും വലിയവൻ, നമ്മൾക്ക് ഒരിക്കലും ചെറുതാകാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു മനോഭാവം നമ്മളിൽ എല്ലാവരുടെയും ഉള്ളിലുള്ളത് കൊണ്ട് അവരെ ഒന്ന് പരിഗണിക്കാനോ അവരോടുകൂടെ സംസർഗം ചെയ്യാനോ പോലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ആ പകുതി വഴിയിൽ നമ്മൾ അവിടെ നിന്ന് മുന്നോട്ടും വയ്യ പുറകോട്ടും പോകാൻ വയ്യ എന്നൊരവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ, അതുവരെ നമ്മളോട് കൂടെ സ്നേഹിച്ച് നടന്ന, നമ്മുടെ ഉയർച്ചയിൽ മാത്രം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരെയും നമ്മൾ ആഗ്രഹിക്കും, ഒരു കൈത്താങ് അവർ തന്നിരുന്നെങ്കിൽ. എന്നാൽ അവരാരും നമ്മുടെ കൂടെ ഇല്ല എന്ന് കരുതുമ്പോൾ നമ്മൾ ചിലപ്പോൾ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നല്ല സുഹൃത്തുക്കളെ തിരിച്ചറിയാനും നമ്മളെ വിമർശിക്കുന്നവരെ നമ്മൾ അവരെ തള്ളിക്കളയാതെ അവരുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റുകൾ നേരെയാക്കാനും നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഉന്നത നിലയിലേക്ക് എത്തിച്ചേരും. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.